ഹായ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ വെച്ചിട്ടൊരു സമ്മേളനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിട്ടയർഡ് ആവുന്ന കുറേ അധ്യാപകരുണ്ട്. അവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനമായിരുന്നു. അപ്പോൾ മിനി ടീച്ചറാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. മിനി ടീച്ചർ റിട്ടയർഡ് ആവുകയാണ്, എച്ച് എം ആണ്, റിട്ടയർഡ് ആവുകയാണ്. ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പക്കാരി പോലെയാണ്. ടീച്ചർ എന്ന് മാത്രമല്ല, അന്ന് യാത്രയയപ്പ് സമ്മേളനത്തിന് വന്ന അധ്യാപകരൊക്കെ, അതായത് റിട്ടയർഡ് ആവുന്ന അധ്യാപകരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ചെറുപ്പക്കാരാണ്. ഒരാളെ കണ്ടാൽ പോലും പ്രായമുണ്ട് തോന്നില്ല. അതായത് അവർ ആവാറായി അല്ലെങ്കിൽ റിട്ടയർഡ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും. നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറാണെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെല്ലാറുണ്ട്. അപ്പോൾ ഇവരെന്നൊക്കെ ആയിട്ട് നല്ല അടുപ്പം നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ മിനി ടീച്ചർ ഈ വർഷം റിട്ടയർഡ് ആവുകയാണ്. അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിപ്പോൾ എന്ത് കാര്യങ്ങൾക്കും സംഘടനയുടെ എന്ത് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും മിനി ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ മിനി ടീച്ചറിനായിട്ട് നല്ല അടുപ്പമാണ്. ടീച്ചറെ ഒരു എച്ചമാണെങ്കിലും ബഹുമാനം എല്ലതുണ്ടെങ്കിലും ഞങ്ങളതിനായിട്ട് നന്നായി അടുപ്പാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഒക്കെ നല്ലൊരു അടുപ്പുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. റിട്ടയർഡായി പോവുകയാണല്ലോ. അപ്പം എന്ന് വെച്ചാലും ഫോൺ വിളിക്കൂടെയൊക്കെ എപ്പോഴും കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ലതിക ടീച്ചറും മിനി ടീച്ചറുടെ കൂടെ സ്റ്റുഡിയോയിലേക്ക് പോയത്. സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത് നല്ല വിലയുള്ള സാധനങ്ങളാണ്. എല്ലാം തുടക്കം തന്നെ ഒരു 1000-ന് മേലെയൊക്കെ ആയിരിക്കാം. അത് കാരണം നമ്മൾ അധികം അങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടില്ല. അധികം എന്നല്ല, ഞാൻ തീരെ പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ കയറുന്നത്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അതിശയമായി. അതായത് 100 സംതിങ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ, എല്ലാ സാധനങ്ങളും, എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേയൊക്കെ അവിടെ നോക്കി. അപ്പം നമുക്കൊരു സന്തോഷം തോന്നി. അതായത് നമുക്കിനി ഡ്രസ്സ് എടുക്കാൻ ധൈര്യമായിട്ട് കയറി വരാമല്ലോ. അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ചെറിയ എമൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരുപാട് പേരുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും വിഷു കഴിഞ്ഞുവല്ലോ, അപ്പോൾ വല്ലാതെ തിരക്കില്ലെങ്കിലും എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കറങ്ങി നടന്നു. അതിനിടയിൽ അസീസ് മാഷും വന്നു. മാഷുടെ ബാഗിലാണ് മിനി ടീച്ചറുടെ യാത്രയപ്പിന് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അത് മറന്നു വെച്ച് പോന്നു. അപ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അസീസ് മാഷും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കിട്ടുക. പിന്നെ കുറച്ച് നേരം മാഷും അത് അവിടെ നിന്നു. കുറച്ച് നേരം മാഷും അത് ഓരോന്ന് നോക്കി. മാഷും കുറച്ച് സമയം ചിലവഴിച്ചു. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. നല്ല ചിരിച്ച് കളിച്ച് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി. അതിനിടയിൽ കുറേ മേക്കപ്പ് സാധനങ്ങൾ നോക്കി. മോൾക്കുള്ളതും അല്ലറ ചില്ലറയൊക്കെ വാങ്ങിച്ചു. പിന്നെ ലതിക ടീച്ചർ ബാഗൊക്കെ നോക്കിയിട്ടാ. ലതിക ടീച്ചർക്ക് എപ്പോഴും ബാഗ് എന്ന് പറഞ്ഞ ഒരു ക്രേസാണ്. ഒരു പ്രത്യേക ഇഷ്ടമാണ് ബാഗിനോട്. അപ്പോൾ എവിടെ ചെന്ന് വെച്ചാൽ ആദ്യം കണ്ണിൽ പെടുക ബാഗാണ് ആദ്യം ചെന്ന് നോക്കുക. അപ്പോൾ ബാഗൊക്കെ നോക്കി. 1-2 സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഡ്രസ്സിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾ ടോപ്പൊക്കെ നോക്കിയിട്ടാണ്. നല്ല നല്ല ഒരുപാട് ടോപ്പുകൾ നല്ല വില കുറഞ്ഞ ടൈപ്പ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ മേലൊക്കെ വെച്ച് നോക്കി. ചുരിദാറിൻ്റെ ടോപ്പൊക്കെ വെച്ച് നോക്കി. ലൈറ്റ് കളറാണ്. ടീച്ചറും കളർ കുറവാണ്, ഞാനും കളർ കുറവാണ്. അത് കാരണം ഞങ്ങൾ ലൈറ്റ് ഷെയ്ഡൊക്കെ എടുത്തിട്ടാണ് വെച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ടീച്ചർ പിന്നെ ഇടയ്ക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞു. ലതിക ടീച്ചറും സ്റ്റുഡിയോയിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമേ പോവാത്തുള്ളൂ. അത് ഇന്ന് കഴിഞ്ഞ ദിവസം പോയതോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലായി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം വന്നു മനസ്സിലായി. അതായത് പുറമേ നല്ല വിലയുള്ള സാധനങ്ങളാണ് ഓരോ കടകളിൽ ചെന്നാൽ. അതിനേക്കാളും വില കുറവ് ഇവിടെ ഉണ്ട്, നല്ല സാധനം ഉണ്ടെന്ന് ഒരു തോന്നൽ വന്നു. പിന്നെ ഷൂ ഒക്കെ നോക്കി. കുറേ ഷൂവും ബാഗും പിന്നെ ലിപ്സ്റ്റിക്ക് പോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ നോക്കി മോൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. കുറേയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിറങ്ങി. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. പക്ഷേ മിനി ടീച്ചറൊക്കെ റിട്ടയർഡ് ആവുകയാണ്. അവരൊന്നും ഉണ്ടാവില്ല കൂടെ. ഇനി എല്ലാ സമ്മേളനങ്ങൾക്കോ മീറ്റിങ്ങുകൾക്കോ ഒന്നും അവരുണ്ടാവില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എന്ന് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു വിഷമം അതോടുകൂടി തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.